ഇന്നത്തെ സർക്കാരിന്റെ പ്രഖ്യാപനം തൃപ്തികരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 352ഓളം ബാച്ചുകൾ വേണ്ട മലബാറിലേക്ക് കേവലം 130 ബാച്ചുകളാണ് സർക്കാർ അനുവദിച്ചത്. അതിൽ തന്നെ മലപ്പുറവും കാസർഗോഡ് മാത്രമാണ് പരിഗണിക്കപ്പെട്ടത്. മലപ്പുറത്ത് തന്നെ ഒരൊറ്റ സയൻസ് ബാച്ച് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല. പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം 4800 പരം കുട്ടികൾ പുറത്തിരിക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല, ഒരു ബാച്ച് പോലും നൽകിയില്ല. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി മലബാറിലുള്ള മൂന്നാമത്തെ ജില്ല കോഴിക്കോടാണ്, നാലാമത്തെ വയനാടാണ്. അവിടെയൊന്നും ഒരു ബാച്ച് പോലും അനുവദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. തത്വത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും സാമൂഹിക പ്രവർത്തകരുടെയൊക്കെ ശബ്ദം ഒരുപോലെ ഉയർന്നു വന്നപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം പ്രതിരോധത്തിലായ ഒരു സർക്കാർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും കുറച്ച് നൽകുക എന്ന രാഷ്ട്രീയ തീരുമാനമാണ് സർക്കാർ എടുത്തത്. ഇതൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി സർക്കാർ എടുത്ത തീരുമാനമല്ല. ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും കുറവ് സീറ്റ് ബാച്ചുകൾ അനുവദിച്ച് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന രാഷ്ട്രീയമായ കുതന്ത്രത്തിൽ നിന്ന് സർക്കാർ എടുത്ത തീരുമാനമാണ് ഈ 130 ബാച്ച് എന്ന് പറയാതിരിക്കാനാവില്ല. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മലപ്പുറത്ത് 7000 മാത്രമേ കുറവുള്ളൂ, 7200 കുറവുള്ളൂ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ കണക്കുകൾ വ്യത്യസ്തമാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് വന്നപ്പോൾ വ്യത്യസ്തമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് RDDയും അതുപോലെ തന്നെ ഡിയും കൊടുത്തുള്ള കണക്കുകൾ, ആ സമിതി, രണ്ടംഗ സമിതിയുടെ കണക്കുകളും വ്യത്യസ്തമാണ്. എന്നാലും സർക്കാർ 7000 മാത്രമേ കൊടുക്കൂ എന്ന് വാശി പിടിച്ചാണ് മലപ്പുറത്തേക്ക് 7000. ആകെ തുക പറഞ്ഞാൽ പൂർണ്ണമായി ഒരു സംതൃപ്തികരമായ ഒരു കാര്യത്തിലേക്ക് സർക്കാർ എത്തിപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും.